Mrs. Sandhya Rajendran currently serves as the Director of Kalidasa Kalakendram and the Managing Director of Kalidasa International, continuing her family's rich legacy in the arts. She is a distinguished theatre and televisional professional with an illustrious career in the performing arts. A graduate of School of Drama, Thrissur, Kerala, she has made significant contributions both on stage and screen. Following her graduation, she acted in numerous acclaimed stage plays and television dramas, including Sadi, Swantam Lekhakan, and Kallan Pavitran. Her exceptional performance earned her the State Award for Best Actress in Drama, Kalidasan. A trailblazer in her field, she became the first women television serial director in Kerala and went on to direct and produce over 15 popular serials such as Elilambalam, Neelam Viriyate Jalagam, Sambhavami Yuge Yugi, and Prati. Her most recent production is the Malayalam film Karanavar. നമസ്കാരം. ഞാൻ സന്ധ്യ രാജേന്ദ്രൻ. രാമാനുജൻ സാറിൻ്റെ ശിഷ്യഗണങ്ങളിൽപ്പെടുന്ന ഒരാളാണ്. ഞാൻ മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ആദ്യമായി അഭിനയത്തിനെ സീരിയസായി കണ്ടു പഠിച്ച അദ്ദേഹത്തിൻ്റെ എന്താ പറയുന്ന ക്ലാസ്സുകളിലൂടെയാണ്. ആദ്യം ക്ലാസ്സുകളായിരുന്നു, അത് കഴിഞ്ഞാണ് പിന്നെ പ്രാക്ടിക്കൽ വശങ്ങളിലേക്ക് പോയത്. എൻ്റെ സ്വന്തം അനുഭവത്തിൽ ഞാൻ എങ്ങനെ ഒരു നടിയായി മാറാനുള്ള സീരിയസ് ഒരു അപ്രോച്ച് ആ ഒരു മേഖലയിൽ എനിക്ക് ഏറ്റെടുക്കണമെന്ന് തോന്നിയത് എൻ്റെ ഗുരുവിൻ്റെ ശിക്ഷണത്തിൽ നിന്ന് തന്നെയാണ്. അത് അല്ലാതെന്ന് പറയാൻ എനിക്ക് പറ്റില്ല എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ. കാരണം ഞാൻ ജനിച്ചപ്പോൾ മുതൽ കാണുന്നത് നാടകവും നടീനടന്മാരും സംവിധായകരും എഴുത്തുകാരും കവിത എഴുതുന്ന അങ്ങനെ സാംസ്കാരിക പ്രവർത്തകർ പലരും, അച്ഛൻ്റെ സുഹൃത്തുക്കളും, അവർ ഈ നാടകത്തെ പറ്റിയിട്ടുള്ള അല്ലെ കഥയെ പറ്റിയിട്ടുള്ള ചർച്ചകൾ, അഭിനയത്തിനെ പറ്റി, ആ കഥാപാത്രങ്ങൾ എങ്ങനെ ആവണം എന്നൊക്കെ ഉള്ള ചർച്ചകൾ, ഇതൊക്കെ കണ്ടു വളർന്ന ഒരാളായതുകൊണ്ട് തന്നെ സ്വാഭാവികമായും കുട്ടികളുടെ ഒരു കൗതുകത്തിൽ അഭിനയിച്ച് വലിയ നടീനടന്മാർ അഭിനയിച്ച് പോയ ഭാഗങ്ങൾ ഞങ്ങൾ കുഞ്ഞുങ്ങൾ അതൊന്ന് എന്താ പറയുന്നത് മിമിക്ക് ചെയ്യുമായിരുന്നു. ആ മിമിക് ചെയ്യുന്നതിൻ്റെ അപ്പുറം അതൊരു സീരിയസ് ആണ് എന്നെനിക്ക് തോന്നിയിട്ടില്ല. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്, അത്രയൊരു ഈസി ആണ് എന്നായിരുന്നു എൻ്റെ കുഞ്ഞു മനസ്സ് കരുതിയിരുന്നത്. അപ്പോൾ ഒരു ദിവസം മലയാളത്തിൻ്റെ അല്ല ഇന്ത്യയുടെ തന്നെ ഏറ്റവും പ്രമുഖ നടനായ തിലകൻ ചേട്ടൻ അന്ന് കാളിദാസകേന്ദ്രത്തിലെ നടനായിരുന്നു. അപ്പോൾ എനിക്കെന്തോ തിലകൻ ചേട്ടനെ ഇഷ്ടമല്ലായിരുന്നു. പരിക്കൻ സ്വഭാവം, പരിക്കൻ മുഖം എനിക്കിഷ്ടമല്ലായിരുന്നു. അപ്പോൾ ഇദ്ദേഹം പിന്നെ വീട്ടിലപ്പോൾ അന്ന് എന്തോ നാടകമില്ലായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് നാടകമില്ലാത്ത ദിവസങ്ങളിലാണ് അവർ ഒരാളൊക്കെ ഉള്ളെങ്കിൽ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കാൻ അച്ഛൻ വിളിക്കാറുണ്ട്. അപ്പോൾ അച്ഛൻ, ഞാൻ മുറ്റത്ത് ഫ്രണ്ട് റൂമിലിരുന്ന് കളിക്കുമായിരുന്നു. അപ്പം ഇങ്ങനെ വാതിൽ തുറന്നു കൊടുക്കണം, ഗസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞാനിങ്ങനെ വന്ന് ഈ കോളിംഗ് ബെൽ അടിച്ചപ്പോൾ ജനലിൽ കൂടെ നോക്കിയപ്പം ഈ തിലകമാമൻ അവിടെ നിൽക്കുന്നത്. അപ്പോൾ എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ വാതിൽ തുറന്നില്ല. അപ്പോൾ 2-3 പ്രാവശ്യം ഇദ്ദേഹം ജനലിൽ കൂടെ ഞാൻ കാണുന്നുണ്ട്. ഇദ്ദേഹം എന്നോട് പറഞ്ഞു, വാതിൽ തുറക്കൂ, വാതിൽ തുറക്കുക, അല്ലെ അകത്തുനിന്ന് ആരെങ്കിലും വിളിക്കുക. ഇപ്പം വാതിലിൻ്റെ കൊളുത്തെടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ ചെറുതല്ലേ, അകത്തുനിന്ന് ആരെങ്കിലും വിളിക്കൂ എന്ന് പറഞ്ഞിട്ട് ഞാനത് മൈൻഡ് ചെയ്യുക പോലും ഉണ്ടായില്ല. അങ്ങനെ വീണ്ടും ബെല്ലടിച്ചു. പിന്നെ വാതിൽ തട്ടിയപ്പോഴും കണ്ട് അകത്തുനിന്ന് ആരോ വന്ന് വാതിൽ തുറന്നു. അപ്പോൾ അവർ കുറേ നേരം കൊണ്ട് ഞാൻ മോളോട് പറയുന്നു എന്ന് അച്ഛനോട് അദ്ദേഹം പറഞ്ഞു, സ്നേഹമായി തന്നെ പറഞ്ഞത്. അപ്പോൾ ഇത് ഒരു ഊണൊക്കെ കഴിഞ്ഞ് പോയി കഴിഞ്ഞിട്ട് അച്ഛൻ എന്നോട് ചോദിച്ചു, എന്തുകൊണ്ട് നീ വാതിൽ തുറന്ന് കൊടുത്തില്ല, അല്ലെ നീ എന്തുകൊണ്ട് അകത്ത് വന്ന് പറഞ്ഞില്ല, നിന്നോട് ഞാൻ പറഞ്ഞല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് അയാളെ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ വാതിൽ തുറന്നില്ല എന്ന് പറഞ്ഞു. അച്ഛൻ ചോദിച്ചു, എന്തുകൊണ്ട് ഇഷ്ടമല്ല? അഭിനയിക്കുന്നത് എനിക്കിഷ്ടമല്ല. എന്തഭിനയിക്കുന്നത്? അത് അഭിനയിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്ന സ്ത്രീയെ ഒരുപാട് കഷ്ടപ്പെടുത്തുന്നു, ഒരുപാട് വേദനിപ്പിക്കുന്നു. എപ്പോഴും ആ ചേച്ചി സ്റ്റേജിൽ നിന്ന് കരയുകയാണ്, അയാളൊരു വൃത്തിയിട്ട മനുഷ്യനാണ്, എനിക്കിഷ്ടമല്ല. അച്ഛൻ പറഞ്ഞു, മോളെ അത് അഭിനയമാണ്. അപ്പോൾ അയാൾ അത്രമാത്രം ക്രൂരനായി അഭിനയിക്കുന്നത് നിനക്ക് ഇഷ്ടപ്പെടാതെ വരുന്നു. അപ്പോൾ ആ നടൻ അവിടെ വിജയിച്ചു, ആ നടൻ്റെ അഭിനയം അവിടെ ഫലിച്ചു എന്നാണ് അർത്ഥം. അതാണ് ആക്ടിങ് എന്ന് പറഞ്ഞു. അത് ആദ്യം എൻ്റെ അച്ഛനിൽ നിന്നാണ് ഞാൻ അങ്ങനെ ആക്ടിങ്, സീരിയസ് ആക്ടിങ് എന്നുള്ളൊരു വാക്ക് തന്നെ കേൾക്കുന്നത്. കഥാപാത്രമാകുമ്പോൾ എന്താണ് പ്രേക്ഷകൻ ആ ഫീൽ ചെയ്യുന്ന, ആ കഥാപാത്രത്തിന് എന്താണ് അതിൻ്റെ സത്യസന്ധമായ സമീപനം എന്ന് മനസ്സിലായത് അന്നാണ്.
അതൊക്കെ വളരെ കുഞ്ഞിലെയാണ്. പിന്നീട് ഞാൻ പറഞ്ഞതിനൊക്കെ പിന്നെ കോളേജിലായാലും ഒക്കെ സ്കൂളിലായാലും ഒക്കെ നാടകം അഭിനയിക്കുമ്പോഴൊക്കെ അതെനിക്ക് സ്വായത്തമായൊരു വിദ്യ എന്നുള്ള കണക്ക് ഞാനതൊരു ഈസി വേ ആയിട്ടാണ് എടുത്തിരുന്നത്. ഒരു സീരിയസ് അപ്രോച്ച്, എനിക്ക് ബെസ്റ്റ് ആക്ട്രസ് അവാർഡൊക്കെ യൂണിവേഴ്സിറ്റി തലത്തിലൊക്കെ കിട്ടിയെങ്കിലും ഞാനൊരു സീരിയസ് അപ്രോച്ചായിട്ട് എടുത്തിരുന്നില്ല. സ്കൂൾ ഓഫ് ഡ്രാമ ഇങ്ങനെ വന്ന് തുടങ്ങുന്നു, ആദ്യത്തെ ബാച്ചിൽ സ്റ്റുഡൻ്റ് ആവുന്നു. ആ സമയത്ത് ഈ അവിടെ ടെസ്റ്റുണ്ട്, എൻട്രൻസ് ടെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പ്രാക്ടിക്കൽ ടെസ്റ്റ് വന്നു. റിട്ടൺ ടെസ്റ്റിലൊക്കെ പാസ്സായി, പ്രാക്ടിക്കൽ ടെസ്റ്റ് വന്നപ്പോഴും ഞാനൊരു ഈസിയായിട്ട് കയറി. അപ്പോഴാണ് ഞാൻ സാറിനെ ആദ്യമായി കാണുന്നത്. എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ശുഭ്ര വസ്ത്രധാരിയായി അതും കതർ ഇട്ട് ചിരിച്ച മുഖമായി നിൽക്കുന്ന നരച്ച തലമുടിയുള്ള ഒരു സ്വാത്വികനായ ഒരു വ്യക്തി. അക്ഷരാർത്ഥത്തിൽ ഇതാണ് എൻ്റെ ഗുരു എന്നെനിക്കറിയാതെ തോന്നി. അദ്ദേഹം അഭിനയം പഠിപ്പിക്കുന്ന ആളാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടല്ല. പക്ഷെ ആ അദ്ദേഹത്തിൻ്റെ അപ്പിയറൻസും നമ്മളെ ഫസ്റ്റ് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ പുഞ്ചിരിയും ഒരു ഭയങ്കര വാത്സല്യം ഉണ്ടായിരുന്നു. ആ വാത്സല്യമൊക്കെ നമ്മൾ അദ്ദേഹത്തെ പെട്ടെന്നാണ് അദ്ദേഹവുമായി നമ്മളെ അടുപ്പിച്ചത്. അപ്പോൾ എനിക്ക് തന്നിരുന്നത് ഒരു കുഞ്ഞ് കയ്യിലുണ്ട്, അവന് തീരെ സുഖമില്ല. പിന്നെ പെട്ടെന്ന് മരുന്ന് കൊടുക്കുന്നു, പെട്ടെന്ന് ഈ കുട്ടി ഭരിക്കുന്ന ഒരു ഘട്ടം വരെ എത്തുന്നു, പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു, പെട്ടെന്ന് മരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞ് പെട്ടെന്ന് നോക്കുമ്പോൾ ഈ കുഞ്ഞ് നമ്മളെ നോക്കി ചിരിക്കുന്നു. അപ്പോൾ ഇത്രയാണ് കാണിക്കേണ്ടത്. ഡയലോഗ് വേണമെങ്കിലാകാം, ഡയലോഗ് ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് സാറ് പറഞ്ഞു. തമിഴ് കലർന്ന ആ മലയാളം ഉണ്ടല്ലോ, അത് സാറിന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ആ ഒരു ആദ്യം നമുക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാനിങ്ങനെ കൂർമ്മ ബുദ്ധിയോടെ കേൾക്കുകയാണ്, എന്താണ് ഈ പറയുന്നതെന്നുള്ള ഇതെടുക്കണമല്ലോ, മനസ്സിലാക്കണമല്ലോ. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് വേഗം മനസ്സിലായി, ഞാൻ വിത്തൗട്ട് ഡയലോഗാണ് അത് പെർഫോം ചെയ്തത്. കാരണം ഞാൻ നൃത്തം പഠിച്ച ആളായതുകൊണ്ട് എനിക്കത് കുറച്ചും കൂടെ ഈസി ആയിട്ട് എനിക്ക് പെട്ടെന്ന് തോന്നുകയാണ്. ഇതൊക്കെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നമ്മുടെ മൈൻഡിൽ വരുന്നൊരു റിഫ്ലെക്സ് ആക്ഷൻ പോലെയാണ്. പെട്ടെന്ന് എനിക്കിത് പറയുന്നു, പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഡയലോഗ് വേണ്ട, അല്ലാതെ ഞാൻ മൈം ചെയ്തോളാം എന്ന് വിചാരിച്ചു. ഞാൻ ഈ കുഞ്ഞെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പിടിച്ചു. അതൊക്കെ എനിക്ക് എന്താ പറയുന്നത്, പ്ലസ് മാർക്ക് കിട്ടിയ ഒരു കാര്യമാണ്. ഒരു കുഞ്ഞെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ പിടിച്ചു. ഇതൊക്കെ ഞാൻ നൃത്തം പഠിച്ചത് കൊണ്ടാണ് കേട്ടോ. അത് പഠിക്കുന്നതും ആ എക്സ്പ്രഷൻ കാര്യങ്ങളൊക്കെ ഇട്ടപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു ടാലൻറ്റഡ് എന്ന് പറഞ്ഞു. എനിക്ക് ആദ്യം കിട്ടിയ സർട്ടിഫിക്കറ്റാണത്, ടാലൻറ്റഡ് എന്ന് പറഞ്ഞു. അപ്പോഴും എനിക്കത് വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല. ഓൾറെഡി ഞാൻ ടാലൻറ്റഡ് അല്ലേ എന്നുള്ളൊരു മനസ്സിൽ കിടക്കുമല്ലേ. അപ്പം ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. പിന്നീട് നമ്മൾക്ക് സെലക്ഷൻ കിട്ടുന്നു, ക്ലാസ് എടുക്കാൻ ചെല്ലുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ടീച്ചിങ് ആ മെത്തേഡ് എന്താണെന്നുള്ള മനസ്സിലായത്. ആദ്യം നമുക്ക് സാൻസ്ക്രിറ്റ് തിയേറ്ററാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തിയറിയും കാര്യങ്ങളും പഠിപ്പിക്കുമ്പോഴാണ് അതിൻ്റെ ആക്ടിങ് വശങ്ങൾ, എങ്ങനെയാണ് ഒരു ക്ലാസിക് തിയേറ്ററിലുള്ള അഭിനയിക്കേണ്ടത്, എങ്ങനെയാണ് കഥാപാത്രങ്ങളെ നമ്മൾ പ്രതിനിധാനം ചെയ്യേണ്ടതെന്നുള്ള. അപ്പം അതൊക്കെ പഠിപ്പിച്ച് വരുമ്പോഴത്തേക്ക് നാട്യശാസ്ത്രവും കാര്യങ്ങളും പറയുമ്പോൾ എന്താ പറയുക, ഒരു അധ്യാപകനെ എങ്ങനെയാണ് വാചികമായതിനപ്പുറം അത് പ്രാക്ടിക്കലായിട്ട് അദ്ദേഹത്തിൻ്റെ മുഖത്ത് അഭാവങ്ങൾ വരുന്നു, ആ മൂവ്മെൻറ്റും കാര്യങ്ങളും കൈകളും എല്ലാം വന്നിട്ട് എങ്ങനെയാണ് ഒരു കഥാപാത്രം എന്നുള്ളത് അദ്ദേഹം നമ്മളെ കാണിച്ചു തരികയാണ്, അഭിനയിച്ച് നമ്മളിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോഴൊക്കെ നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്നാണ് നമുക്ക് ഈ പറയുന്നത്, വെറുതെ നമ്മൾ തിയറി പഠിക്കുന്നതിനപ്പുറം കാണിച്ചു തരുമ്പോൾ അത് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് കയറി. അപ്പോഴൊക്കെ എനിക്ക് അത്ഭുതമാണ്, ഇങ്ങനെയൊക്കെയാണ് അഭിനയം, ഇങ്ങനെ പഠിക്കണോ, ഇതൊക്കെ ഭയങ്കര കൗതുകമായിരുന്നു. അത് കഴിഞ്ഞിട്ട് മറ്റ് തിയേറ്റർ പ്രസ്ഥാനങ്ങളെപ്പറ്റിയും ആ അഭിനയ രീതിയും, സ്റ്റാനിസ്ലാവ്സ്കി, ഗ്രോട്ടോസ്കി അങ്ങനെയുള്ള വിദേശ വലിയ ജീനിയസുകളുടെ അഭിനയ രീതികളൊക്കെ. അപ്പോൾ എനിക്ക് സംവിധാനം പഠിക്കണം എന്നുള്ളൊരാഗ്രഹം എൻ്റെ ഉള്ളിൽ കിടന്ന് തിളച്ച് മറിയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഓപ്ഷൻ എടുക്കുന്ന സമയമായപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഡയറക്ഷൻ മതി. അപ്പോൾ ശങ്കരപ്പിള്ള സാർ പറഞ്ഞു അത് വേണ്ട, ആക്ടിങ് എടുക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു. അപ്പോഴും എനിക്കൊരു വിഷമം, നമ്മൾ പെണ്ണായതുകൊണ്ട് നമ്മൾ ഒഴിവാക്കി എന്നുള്ള പെട്ടെന്ന് എനിക്കൊരു ചിന്ത തോന്നി. അപ്പം ഞാൻ രാമാനുജ സാറിനോട് പറഞ്ഞു, സാറേ എനിക്ക് ഡയറക്ഷൻ പഠിക്കാനായിരുന്നു ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു, ഡയറക്ഷൻ എന്ന് പറയുന്നത് നല്ലൊരു നടി നിൻ്റെ ഉള്ളിലുണ്ട്, അതിനെ നീ മൂർച്ച കൂട്ടി പുറത്തെടുക്കുക, നിനക്ക് ഡയറക്ഷനും വന്നുകൊള്ളും. ആ വന്നുകൊള്ളും എന്നുള്ളൊരു വാക്കിൻ്റെ പുറത്താണ് ഞാൻ ആക്ടിങ് ഓപ്ഷനായിട്ട് എടുത്തത്. ഞാൻ വിചാരിക്കുന്നത് എന്താ, ആക്ടിങ് എൻ്റെ ഉള്ളിലുണ്ട്, ഡയറക്ഷനല്ലേ എനിക്കറിയാത്തത്, അപ്പോൾ അറിയാത്തൊരു സാധനം പഠിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ സാറ് പറഞ്ഞത് നിന്നില്ല നടി,
നിന്നിലെ സംവിധായകയെ ഉണർത്തിക്കൊള്ളും എന്ന് പറഞ്ഞു. ആ ഒരു വാക്ക് കീ വേഡ് എന്ന് പറഞ്ഞ കീ വേഡ് ഓഫ് മൈ ലൈഫ്. അതിനുശേഷം ഞാൻ എത്രയോ കാര്യങ്ങൾ സംവിധാനം ചെയ്തിരിക്കുന്നു. നാടകമായാലും ഡോക്യുമെൻ്ററീസ് ആയാലും ടെലിഫിലിം ആയാലും ഏതെല്ലാം മേഖലയിൽ എനിക്ക് സംവിധാനം, ആഡ് ഫിലിംസ്, ഇതൊക്കെ സംവിധാനം ചെയ്യാൻ പറ്റും. അന്ന് എന്നിൽ ആ ഉണർത്തി വിട്ട വലിയൊരു ഉണർവാണ്, ആ ഒരു വാക്കാണ്. ഒരു അധ്യാപകൻ നമ്മളെ വിശ്വസിക്കുന്നു, നമ്മളിലെ ടാലൻറ്റിനെ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ്. പിന്നെ അദ്ദേഹം പഠിപ്പിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിൻ. ഒരു ആക്ടർക്ക് അല്ലെങ്കിൽ ഒരു തിയേറ്റർ പേഴ്സണ് വേണ്ട ഡിസിപ്ലിൻ എന്താണെന്നുള്ള ആ കാര്യത്തിൽ എന്താ പറയുന്നത്, കർശനമായ നിലപാടായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അപ്പോൾ മിക്ക നാടകങ്ങളിലും സ്വാഭാവികമായും സ്കൂൾ ഓഫ് ഡ്രാമയിൽ അത് പെൺകുട്ടികൾ കുറവാണ്. അപ്പം മിക്ക നാടകങ്ങളിലും സീനിയർ മോസ്റ്റ് എന്ന് പറയും, സീനിയർ മോസ്റ്റ് 60 വയസ്സ് 70 വയസ്സുള്ള കഥാപാത്രങ്ങളായ സ്ത്രീകളെയാണ് നമുക്ക് കിട്ടുന്നത്. പ്രത്യേകിച്ച് എനിക്ക് അതേ തരാറുള്ളൂ. കാരണം അത് സെൻട്രൽ ക്യാരക്ടറായിരിക്കും, അത് കൂടുതൽ പ്രാധാന്യമുണ്ടാവും, കൂടുതൽ ഡയലോഗുകളുണ്ടാവും. അപ്പോൾ അതായിരിക്കും എനിക്ക് വരുന്നത്. അപ്പോൾ ഒരിക്കൽ പോലും ഒരു ഒരുങ്ങി ഒരു സുന്ദരിയായിട്ടൊന്ന് സ്റ്റേജിൽ കയറുക എന്നുള്ളതിന് വലിയ ദാഹമായിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം മഹാഭാരതത്തിൻ്റെ ഒരു കണ്ടെടുക്കുകയാണ്. അപ്പോൾ എനിക്ക് കുന്തി ദേവിയായിട്ട് വന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി, ഒരുങ്ങാമല്ലോ. അപ്പം ആ പ്ലേ എന്ന് പറയുന്നത് അതുവരെ നമുക്കിങ്ങനെ പറഞ്ഞ കണക്ക് നമുക്ക് ആ കോൾഡ് മേക്കപ്പ് ഒന്നുമില്ല, നമുക്ക് നമ്മുടേതായ രീതിയിലുള്ള മേക്കപ്പ് സിസ്റ്റമാണെന്ന് പാലിച്ചു വന്നിരുന്നത്. പക്ഷേ ഈ നാടകം അങ്ങനെയല്ല. ഈ നാടകം നല്ല ഫൗണ്ടേഷനൊക്കെ ഇട്ട് എങ്ങനെയാണോ ഒരു പ്രൊഫഷണൽ നാടകത്തിൽ ഒരുങ്ങേണ്ടത് അങ്ങനെയായിരുന്നു ഒരുങ്ങേണ്ടത്. അപ്പം എനിക്ക് സന്തോഷമായി, ഒരുങ്ങി വരാമല്ലോ, ഓർണമെൻറ്റ്സ് ഇടാം, മുടിയൊക്കെ നല്ലപോലെ കെട്ടിയൊക്കെ വെച്ച് കുന്തി ഭയങ്കര സന്തോഷമായി. അപ്പം ഞാൻ വിചാരിച്ചു ഇതിലെൻ്റെ സൗന്ദര്യം എല്ലാവരെയും കാണിക്കും ഞാൻ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ പോയിട്ട്, അപ്പോൾ ഈ സ്റ്റേജ് മാനേജർ എന്നുള്ള തസ്തിക എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ചെന്ന് സ്റ്റേജെല്ലാം ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്. ഞാൻ പോയി ജസ്റ്റ് ഞാനൊന്ന് നോക്കിയുള്ളൂ കേട്ടോ, സ്റ്റേജ് നോക്കി ഓക്കെ, ഞാനങ്ങ് പോയി. ഞാൻ പോയിട്ട് നല്ല കട്ടിക്ക് പുട്ടിയൊക്കെ ഇട്ട് കണ്ണൊക്കെ നീട്ടി എഴുതി. അപ്പം ഒരാൾ വന്നിട്ടൊക്കെ പറഞ്ഞു, രാമഞ്ച സാറ് വിളിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു മേക്കപ്പ് കഴിയട്ടെ, നാടകം തുടങ്ങാറായില്ലേ, മേക്കപ്പ് കഴിയട്ടെ. അല്ല, പെട്ടെന്ന് നീ ചെല്ലാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പെട്ടെന്ന് ചെന്നപ്പോൾ സാറ് സ്റ്റേജിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുക. അപ്പം ഞാൻ പറഞ്ഞു, ആ സാർ ഞാൻ മേക്കപ്പ് ചെയ്യായിരുന്നു. അപ്പം പറഞ്ഞു, നീ നടി മാത്രമല്ല, നിനക്ക് വേറൊരു പോസ്റ്റും കൂടെ തന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആ ഉണ്ട്, എന്തായിരുന്നു? ഞാൻ പറഞ്ഞു, സ്റ്റേജ് മാനേജറാണ്. ആ, സ്റ്റേജ് മാനേജറാണ്. ഈ സ്റ്റേജ് എങ്ങനെയാണ് കിടക്കുന്നത്? അപ്പം ഞാൻ നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. അപ്പോൾ അന്ന് ചാണകം മെഴുകിയിട്ടുണ്ട് ഇതിനു വേണ്ടി, ഈ നാടകത്തിന് വേണ്ടി ചാണകം, അത് ഉച്ചയ്ക്ക് ഞങ്ങൾ ചാണകമൊക്കെ മെഴുകിയിട്ടിരുന്നു. അപ്പോൾ ഒരു മരത്തിൻ്റെ ചോട്ടിലാണ്. ആ മരത്തിൽ നിന്ന് ഇലകളും പൂക്കളും കൊഴിഞ്ഞ് അവിടെ എല്ലാം അങ്ങനെ ചന്നം ഭിന്നമായി കിടക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇതൊക്കെ അടിച്ച് വൃത്തിയാക്കണ്ടേ, നിങ്ങൾ കളിക്കാൻ പോകുന്നത് ഒരു നാടകമാണ്, ഇവിടെ വൃത്തിയായി കിടക്കണ്ടേ. ഈ പൊഴിഞ്ഞ ഇലകളും ഒടിഞ്ഞ മരക്കൊമ്പുകളും പൂവിൻ്റെ തുമ്പുകളും വീണെടുത്താണോ നിങ്ങൾ നാടകം എന്ന് കളിക്കാൻ പോകുന്നത്? എൻ്റെ നാടകത്തിൽ ഇങ്ങനെയല്ല, സ്റ്റേജ് ഡെക്കറേഷൻ ഇതല്ല. അപ്പം ഞാൻ പറഞ്ഞു, സോറി സാർ, അത് പോയി ചൂലെടുത്തുകൊണ്ടൊന്നുമില്ല, അവിടെ അടിച്ച് വൃത്തിയാക്ക് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി. ഞാൻ പോയിട്ട് ചൂല് കൊണ്ടുവന്ന് മൊത്തം ആ സ്റ്റേജ് മൊത്തം അടിച്ച് വൃത്തിയാക്കി. അപ്പോൾ ഈ വിയർത്ത്, അതായത് നമ്മൾ ജോലി ചെയ്യാത്ത മനുഷ്യരല്ലേ, ജോലി ചെയ്തപ്പോൾ, കഠിനമായി ജോലി ചെയ്തപ്പോൾ വിയർത്തങ്ങനെ ഒലിക്കാൻ തുടങ്ങി. അപ്പം ഞാനിങ്ങനെ കാണുന്നുണ്ട് ഈ വിയർപ്പ് തുള്ളി ഇങ്ങനെ വിടുന്നത്, നല്ല അടിച്ച് കലക്കി വെച്ചിരുന്ന പൊട്ടിയൊക്കെ ഇങ്ങനെ വിയർപ്പ് തുള്ളികളായി ഒലിച്ചൊലിച്ചൊലിച്ച് വീഴുന്നുണ്ട്. അപ്പം ബെല്ല് കൂടി ഇതെല്ലാം ക്ലീൻ ചെയ്ത് സാറ് ഓക്കെ ഇഞ്ചി പോയിക്കുള്ളൂ, പോയി മേക്കപ്പ് ചെയ്യും. അവന് എവിടെ ഇട്ട് മേക്കപ്പ് ചെയ്യാം, അവിടെ സമയം ബെല്ല് കൊടുക്കുമ്പോൾ ഒരു 5 സെക്കൻഡ്സ് എങ്ങാണ്ടേ ഉള്ളൂ. ഞാൻ ഓടിപ്പോയി കോസ്റ്റ്യൂം മാറിയിട്ട് നാടകം അഭിനയിച്ചു വിത്തൗട്ട് മേക്കപ്പ്. അപ്പോൾ ഞാൻ വിചാരിക്കായിരുന്നു, ഈ മേക്കപ്പിലൊന്നും ഒരു കാര്യമില്ല. എത്ര സുന്ദരിയായിട്ട് വന്നിട്ടോ അല്ലെങ്കിൽ വിരൂപയായിട്ടോ വന്നിട്ടോ ഒന്നും ഒരു കാര്യമില്ല. സ്റ്റേജിൽ വരുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ആ ഡിസിപ്ലിൻ, എനിക്ക് എന്തെല്ലാം തസ്തികകളുണ്ടോ ആ തസ്തികയെല്ലാം പെർഫെക്റ്റ് ആക്കിയിട്ടാണ് ഞാൻ എൻ്റെ ആക്ടിങ്ങിലേക്ക് കയറേണ്ടത്. അപ്പോൾ അങ്ങനെ വലിയൊരു പാഠം എനിക്ക് ഇപ്പോഴും ഞാൻ എൻ്റെ പ്രൊഫഷണൽ, എൻ്റെ നാടക ട്രൂപ്പായ കാളിദാസ കലാകേന്ദ്രത്തിൻ്റെ ഓരോ കാര്യങ്ങളും, ഓരോ സിമ്പിൾ മാറ്റർ, ഒരു സിംഗിൾ കാര്യം പോലും ഞാൻ അതിൻ്റെ പെർഫെക്ഷൻ എന്ന് പറയുന്നൊരു സാധനം എൻ്റെ ഗുരുവിൽ നിന്ന് ഞാൻ പഠിച്ചതാണ്. അത് ഞാൻ പാലിച്ച് തന്നെയാണ് പോകുന്നത്.
അതുപോലെ തന്നെയാണ് കറുത്ത ദൈവത്തെ തേടി എന്ന് പറഞ്ഞ നാടകം ജി ശങ്കരപ്രസാദിൻ്റെ ഏറ്റവും പ്രശസ്തമായ നാടകമാണ്. അത് ആദ്യം അവതരിപ്പിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കാണ് ലഭിച്ചത്. സ്കൂൾ ഓഫ് ഡ്രാമയുടെ കുട്ടികൾക്കായിരുന്നു. കറുത്ത ദൈവത്തെ തേടിയിലെ അമ്മ എന്ന് പറഞ്ഞ കഥാപാത്രമായിരുന്നു എനിക്ക്. ഗാന്ധാരിയാണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്, കണ്ണൊക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ സ്വതവേ പഠിക്കുന്നൊരു കുട്ടിയല്ലേ, വളരെ മെലിഞ്ഞ ഒരു പ്രകൃതമായിരുന്നു അന്ന് എൻ്റെത്. അങ്ങനെ വണ്ണമൊന്നുമില്ല, ഒരു മെലിഞ്ഞ ശോഷിച്ചൊരു പെൺകുട്ടി, എന്താ പറയുക 18-19 വയസ്സുള്ളൊരു ചെറിയ പെൺകുട്ടി. അപ്പോൾ സാറ് റിഹേഴ്സലൊക്കെ നടത്തി, ഞാൻ നല്ലപോലൊക്കെ പറഞ്ഞു. സാറ് പറയുന്ന കണക്കെല്ലാം നമ്മളത് ഉൾക്കൊണ്ട് സാറ് പറയുന്ന രീതിയിലുള്ള അഭിനയം എല്ലാം നമ്മൾ കഴിഞ്ഞാൽ സാറ് ഹാപ്പിയാണ്. പക്ഷെ സാർ എന്തോ അസംതൃപ്തനാണ്. എനിക്കത് മനസ്സിലാവുന്നത്. ഞാൻ വിചാരിക്കും എന്തുകൊണ്ട് സാറിൽ വരുന്ന സംതൃപ്തി ആവുമ്പോൾ സാറിൽ വരുന്ന ഒരു മുഖത്തിൻ്റെ ഒരു തെളിമയുണ്ട്, ആ തെളിമ വരുന്നില്ല. എനിക്ക് എന്തായിരിക്കും ഇദ്ദേഹം, ഞാനാണ് എന്നുള്ള എനിക്കറിയില്ല, എന്തോ ഒരു കുഴപ്പം ഉണ്ട് എന്നറിയാം. അങ്ങനെ ഒരു ദിവസം സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് മോളോടൊരു കാര്യം പറയാനുണ്ട്. അപ്പം ഞാൻ എന്താ സാറേ, ഞാൻ എൻ്റെ പ്രശ്നം, ഞാൻ വിചാരിച്ചു ഡയലോഗ് റെൻഡറിങ് എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഞാൻ കഥാപാത്രമായി ഫുൾ ഉൾക്കൊള്ളാഞ്ഞിട്ടാണോ, എൻ്റെ എനർജി ലെവലിൽ ലോ ആണോ, ഇതൊക്കെയാണ് നമ്മളെ മനസ്സിലുള്ള ചിന്ത. അപ്പോൾ സാറ് പറഞ്ഞത്, നീ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റാണ്, ഞാൻ ആഗ്രഹിച്ച പ്രകാരം എല്ലാം നിന്നിൽ നിന്ന് വന്നു. നീ ചെറിയൊരു പെൺകുട്ടിയാണ്, അപ്പം നിൻ്റെ പ്രായത്തിനും അപ്പുറമുള്ള ഒരു ഉൾക്കാമ്പുള്ള ക്യാരക്ടറെയാണ് നീ എടുത്തിരിക്കുന്നത്. പക്ഷേ എനിക്ക് നിൻ്റെ രൂപം, നിൻ്റെ ഫിസിക് എനിക്കൊരു പ്രശ്നമായി തോന്നുന്നുണ്ട്. അമ്മ എന്ന് പറയുമ്പോൾ ഉള്ള മദർ, ആ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കതങ്ങോട്ട്, അമ്മ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ അമ്മയെപ്പറ്റി ഓർത്ത്, എൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ എപ്പോഴും തുള്ളിച്ചാടി ഒരു കൊച്ചു മാൻപേടയാണ്, ഓടിച്ചാടി നടക്കുന്ന ഒരു കൊച്ചു കുഞ്ഞാണ് എൻ്റെ അമ്മ. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ എന്ന് പറഞ്ഞാൽ വല്ല പ്രസരിപ്പ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞില്ല, ഫിസിക്കിനെ പറ്റി ചിന്തിക്കൂ, രൂപം, ഒരു അമ്മയുടെ രൂപം. അമ്മ എന്ന് പറയുമ്പോൾ നമ്മളെ പെട്ടെന്ന് വരുന്ന രൂപം എന്താണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല സാർ. അപ്പോൾ പറഞ്ഞു, ഒരു അമ്മ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മാറിടം, അതൊരു പ്രത്യേകതയാണ്. മാറിടം എന്ന് പറഞ്ഞാൽ അത് മുഴുവൻ സ്നേഹമാണ്. നമ്മൾ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുന്നു, അത് സ്നേഹമാണ്. കുഞ്ഞിന് നമ്മൾ ഭക്ഷണം എന്നുള്ള രീതിയിലല്ല കൊടുക്കുന്നത്, അതൊരു വാത്സല്യം നിറഞ്ഞ സ്നേഹമാണ്. അപ്പോൾ ഈ നമ്മുടെ മാറിടം എപ്പോഴും ശ്രദ്ധിക്കണം, വിടർന്നു നിൽക്കണം, ബോൾഡാണ്, വിടർന്നു നിൽക്കണം. ഇവിടം കൊണ്ട് ബാക്ക് കൊണ്ട് ബട്ടക്സ് ബാക്കിലോട്ട് തള്ളി നിൽക്കണം. ആ ഒരു പോസ്റ്റർ എന്ന് പറയുന്നത് പ്രധാനമാണ്. അല്ലാതെ എല്ലാ കാര്യങ്ങളും ഓക്കെയാക്കിയിട്ട് നീ അവിടെ വന്ന് ഇങ്ങനെ നിൽക്കുക അങ്ങനെ നിൽക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ശക്തി, ഒരു എനർജി ലെവലുണ്ട്, ആ എനർജി ലെവലിൽ ലൂസായി പോകുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ശരി, സാറ് പറഞ്ഞ എത്രയോ കറക്റ്റാണ്, ഞാനതിനെപ്പറ്റി ചിന്തിച്ചിരുന്നില്ലല്ലോ. 19 വയസ്സുള്ളൊരു കുട്ടി എന്തോരം ചിന്തിക്കാനാണ് ഈ വക കാര്യങ്ങൾ. അപ്പോൾ ഒരു സിംഗിൾ കാര്യം പോലും എത്രമാത്രം സീരിയസ് ആയിട്ടാണ് അദ്ദേഹം കണ്ടിരുന്നത്, അത് എത്രമാത്രം ആക്ടേഴ്സിലേക്ക് എത്തിക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു എന്നുള്ളത് അപ്പോൾ നമ്മൾ പിൽക്കാലത്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോഴും അന്നേരമൊന്നും എനിക്ക് തോന്നിയില്ല, പിന്നീടാണ് എനിക്ക് പിന്നെ നമ്മൾ ഒരുപാട് കഥാപാത്രങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ മറ്റൊരാൾക്കത് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് നമ്മൾ ഇരിക്കുന്നത്. ഇങ്ങനെ ഒരു ഫിസിക്, ഓരോ ക്യാരക്ടറിനും ഓരോ ഫിസിക്കുണ്ട്. ആ ഫിസിക്കിനെ പറ്റിയിട്ടൊക്കെ ബോധവാൻ ആയത് അന്ന് എൻ്റെ അനുഭവമാണ്, അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം. അപ്പോൾ ഒരുപാട് എന്തോരം എക്സ്പീരിയൻസ് ഉള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. പക്ഷെ ഒരിക്കൽ പോലും ഞങ്ങളോടെന്നല്ല, ഒരു ആർട്ടിസ്റ്റിനോടും മുഷിഞ്ഞോ ദേഷിച്ചോ അദ്ദേഹം സംസാരിച്ച് കണ്ടിട്ടില്ല. കാരണം ഞങ്ങൾ ഈ പറഞ്ഞ കണക്ക് ഒരു സ്കൂൾ ഓഫ് ഡ്രാമ എന്ന് പറഞ്ഞ ഒരു റിമോട്ട് ഏരിയയാണ്, റിമോട്ട് വില്ലേജിൽ വളരെ ചെറിയ സൗകര്യങ്ങളിൽ ഞങ്ങൾ 15 കുട്ടികൾ അവിടെ വന്ന് പഠിക്കുന്നു. മാതാപിതാക്കളെ വിട്ട് ഞങ്ങൾ അവിടെ വന്ന് നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് മാതാവായും പിതാവായും സഹോദരനായും സർവോപരി ഗുരുവുമായും ഞങ്ങളുടെ ഓരോ കാര്യങ്ങളിലും, അതായത് സ്റ്റേജിലുള്ള സ്വഭാവമല്ല, പുറത്ത് ഞങ്ങൾ എന്താണ്, ക്യാമ്പസിൽ ഞങ്ങൾ എന്താണോ, എത്രമാത്രം അച്ചടക്കം പാലിക്കണമോ അതെല്ലാം ഒരു പിതൃതുല്യനായിട്ടാണ് അദ്ദേഹം നിന്നത്. എന്നാൽ നമുക്ക് എന്തും തുറന്ന് പറയാം, എന്ത് വിഷമം ഉണ്ടെങ്കിലും തുറന്നു. ഒരു പ്രാവശ്യം എനിക്കിത് കണക്ക് ഭയങ്കര ഈ ഫുഡ്, ഈ ദിവസം ഈ ഹോട്ടലിൽ നിന്നൊക്കെ ഭക്ഷണം കഴിച്ചിട്ട്, അന്ന് ക്യാൻറ്റീനൊന്നും ഇല്ല ഇവിടെ, അങ്ങനെ ഭയങ്കരമായി എനിക്ക് വയറിന് പ്രശ്നം വന്നു. വയറിന് പ്രശ്നം, വയറ് വല്ലാത്തൊരു വേദനയാണ്. അപ്പം മൈസർ എന്ന് പറയുന്ന നാടകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്.
അപ്പം അതിൽ സാറിൻ്റെ ഒരു ആക്ടിങ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ എപ്പോഴും വഴക്കിടുന്നതാണ്. അപ്പോൾ ഈ എൻ്റെ ക്യാരക്ടർ നിന്ന് പറയില്ല, ഒരു കാര്യവും നിന്ന് പറയില്ല. ദേഷ്യം വന്നാൽ ചറപറ നടന്നിട്ടാണ് ആ ദേഷ്യം തീർക്കും. ഡയലോഗ് വിത്ത് ഡയലോഗ് ചറപറ നടന്നിട്ടാണ് പറയുന്നത്. അങ്ങോട്ട് ക്രോസ് ചെയ്യും, ഇങ്ങോട്ട് ക്രോസ് ചെയ്യും. അപ്പം എനിക്ക് നടക്കാൻ പറ്റില്ല, എനിക്ക് വയറ് വേദനിച്ചിട്ട് വയ്യ. ഞാനപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഞാനൊന്നും മിണ്ടാതെ ഇങ്ങനെ സ്റ്റേജിൽ നിന്നു. അപ്പോൾ സാറിൻ്റെ ചേച്ചി എനി പ്രോബ്ലം എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എല്ലാം ഒന്നുമില്ല. അപ്പം എല്ലാവരും ലഞ്ച് ബ്രേക്ക് എല്ലാവരും പോയിക്കൊള്ളാൻ പറഞ്ഞു. ആക്ച്വലി ലഞ്ച് ബ്രേക്ക് ആയിട്ടില്ല, പോയിക്കൊള്ളാൻ പറഞ്ഞു. പോയപ്പോഴത്തേക്ക് സാറിൻ്റെ ചേച്ചി എൻ്റെ അടുത്ത് വന്നു ചോദിച്ചു, മോളെ, ആ മോളെ വിളിയിൽ ഞാൻ എൻ്റെ അച്ഛനെ അങ്ങോട്ട് കാണുകയാണ്. എത്രയോ ദൂരെയാണ്, ഞാൻ അച്ഛനിൽ നിന്ന് എത്രയോ ദൂരം നിൽക്കാൻ. ഞാൻ എന്തോ എന്താ മോളെ, എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞു എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വയറുവേദന വരും. അത് എപ്പോഴാണ് വരുന്നതെന്ന് എനിക്കറിയണ്ട, ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വയറുവേദന വരുന്നുണ്ടെന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ. അപ്പം നീ ഈ സ്ഥിരം ആ പുറത്തെ ഹോട്ടലിൽ നിന്നല്ലേ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നത്, ചിലപ്പോൾ അതായിരിക്കും. ഒരു കാര്യം ചെയ്യാം, ഒന്ന് കൊണ്ടുപോയി തൃശ്ശൂർ കൊണ്ടുപോയിട്ട് ഡോക്ടറെ കാണിക്കാമെന്ന് പറഞ്ഞു. ഡോക്ടർ രാഹുലിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നു, കാണിക്കുന്നു. അപ്പോൾ പറഞ്ഞാൽ ഇത് കണക്ക് ഫുഡിൻ്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് മരുന്ന് തരുന്നു. അത് പോയി. അത് ഒരു 2-3 ദിവസം മരുന്ന് കഴിച്ചപ്പോഴത്തേക്ക് എൻ്റെ ആ അസുഖം മാറി എന്നുള്ളത്. പക്ഷെ അത് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, നമുക്കൊരു പ്രശ്നം വന്നാൽ അല്ലെങ്കിൽ നമുക്കൊരു തളർച്ച വന്നാൽ നമുക്ക് താങ്ങായി, നമ്മൾക്ക് എന്താ പറയുക, നമുക്ക് നമ്മുടെ സ്വന്തം അച്ഛനെ പോലെ നമുക്ക് നമ്മളോട് ചേർത്ത് അണയ്ക്കുന്ന ഒരു മനുഷ്യൻ, ആ വാത്സല്യം അത് സാറിൽ നിന്നല്ലാതെ എനിക്ക് ഞാൻ പറയുന്നത് വേറെ നമുക്ക് എവിടെ നിന്നാണ് കിട്ടും. നമ്മുടെ ഒരു ഗുരുവാണത്. ഗുരു നമ്മളെ അങ്ങനെ അത്രമാത്രം നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളിലും ശ്രദ്ധിക്കുകയും നമുക്ക് ഗൈഡായി നിൽക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് അദ്ദേഹം ഗുരുവല്ല, എനിക്ക് ദൈവതുല്യനാണ്. ഇന്നും ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ, ഇന്നും 62ാമത് വർഷമാണ് കാളിദാസ കലാകേന്ദ്രത്തിന്. 65 വർഷമായി തുടങ്ങിയിട്ട്, പക്ഷേ ഇത് 62ാമത് നാടകമാണ്. ശാകുന്തളമാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഞാൻ എന്നും ഏതൊരു പെർഫോമൻസിൻ്റെ മുന്നേയും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരേ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, മാതാപിതാ ഗുരു ദൈവം. എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ഗുരുവും എല്ലാമാണ് എനിക്ക്. അവരെന്നെ കാട്ടിയ വഴികളിലൂടെയാണ് ഞാൻ മുമ്പോട്ട് ഒരു അടി വെക്കുന്നത്. അവരെ നമിച്ചുകൊണ്ടാണ്. എനിക്കൊരു പ്രശംസ കിട്ടുമ്പോൾ ഞാൻ വേഗം നെഞ്ചിൽ കൈവെക്കും. ആ നെഞ്ചിൽ കൈവെക്കുന്നത് എൻ്റെ ഗുരുക്കന്മാരോടുള്ള എൻ്റെ പ്രണാമമാണ്. അവരാണ് എന്നെ പ്രാപ്തിയാക്കിയത്, എന്നെ നിവർന്നു നിൽക്കാൻ പ്രേരിപ്പിച്ചത്. എനിക്ക് കലഹം കൂടാതെ സംയമനത്തോടുകൂടി കാര്യങ്ങൾ നോക്കാനും ശ്രദ്ധിക്കാനും അതിനെ ലഘൂകരിക്കാനും സാധിച്ചത് ഞാൻ നാടകം പഠിച്ചത് കൊണ്ടാണ്, നാടകം അറിഞ്ഞത് കൊണ്ടാണ്. അതിന് എൻ്റെ ഗുരുക്കന്മാരോടല്ലാതെ ഞാൻ ആരോടാണ് നന്ദി പറയേണ്ടത്? ഗുരുവേ നമഃ.